മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് നോട്ടീസ് നൽകിയത്. ലെസ്ലി ജോൺ ഇടുക്കിയിൽ നിന്ന്. ലെസ്ലി, വിവരങ്ങൾ. അരുൺ, മൂന്നാറിലെ 5 റിസോർട്ടുകൾക്കാണ് ഇപ്പോൾ മൂന്നാർ പഞ്ചായത്ത് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 5 റിസോർട്ടുകൾ വർഷാവർഷങ്ങളിൽ പുതുക്കേണ്ട ലൈസൻസ് പുതുക്കി വാങ്ങിയിട്ടില്ല. ഇത് പുതുക്കാതെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് പ്രധാനമായും ഇവ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. മാത്രമല്ല, സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഈ 5 റിസോർട്ടുകളും പാലിക്കുന്നില്ല എന്ന കാര്യവും പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും 5 റിസോർട്ടുകൾക്കാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിൽ റവന്യൂ വകുപ്പ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്ഥലത്ത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. മൂന്നാർ RDO ആണ് ഇത് സംബന്ധിച്ച സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ദേവികുളം താലൂക്കിലെ 4 വില്ലേജിലും ഒപ്പം തന്നെ ഉടുമ്പൻചോല താലൂക്കിലെ 4 വില്ലേജുകളിലുമായാണ് ഇത്തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകി നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ശക്തമായ രീതിയിലുള്ള എതിർപ്പ് വിവിധ കോണുകളിൽ നിന്നും RDOയുടെ നടപടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർ 5 സെന്റിലും 10 സെന്റിലും വീട് വെക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ളവരെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ നിയമം നടപ്പിലാക്കുന്നത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം മതി. അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഇതനുസരിച്ച് മാത്രമേ നടപടിയുമായി മുൻപോട്ട് പോകാൻ പാടുള്ളൂ എന്ന് വിവിധ കക്ഷി നേതാക്കൾ തന്നെ ഇതിനോടകം തന്നെ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പഞ്ചായത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പ്രവർത്തിക്കുന്ന 5 റിസോർട്ടുകൾ പൂട്ടാൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അരുൺ. ലെസ്ലി ജോൺ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം സ്വദേശിയെ ഒമാനിൽ കവർച്ചക്കാർ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കോട്ടയം മണർകാട് സ്വദേശി ജോൺ ഫിലിപ്പിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഒമാനിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജോൺ ഫിലിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശിയെ ഒമാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? അരുൺ, കോട്ടയം മണർകാട് സ്വദേശിയായ ജോൺ ഫിലിപ്പിനെ വെള്ളിയാഴ്ച രാത്രി 9:45 ശേഷമാണ് കാണാതായിട്ടുള്ളത്. മസ്കറ്റിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഇബ്രി റോഡിൽ സനീനയിലെ അൽമഹബ് പെട്രോൾ പമ്പിലെ സൂപ്പർവൈസറായിരുന്നു ജോൺ ജോലി ചെയ്തിരുന്ന പമ്പിലെയും തൊട്ടടുത്ത കടയിലെയും തുകയായിട്ടുള്ള 5000 റിയാലും നഷ്ടമായിട്ടുണ്ട്. കാണാതാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ജോൺ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായി ജോണിന്റെ ഭാര്യ ബിനു പീപ്പിൾ TVയോട് പറഞ്ഞു. മാത്രമല്ല, ജോണിനെ കൂടാതെ 2 പേർ കൂടി ആ പമ്പിൽ ജോലി ചെയ്തിരുന്നു. കൊല്ലം സ്വദേശിയായിട്ടുള്ള ബാബു, അതുപോലെ തന്നെ ഒരു ഒമാൻ സ്വദേശിയും. ഉച്ചയ്ക്ക് ശേഷം, അതായത് ജോണിനെ കാണാതാവുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോൺ മാത്രമേ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച രാത്രി 9:40 കൂടിയാണ് ജോണിനെ കാണാതാകുന്നത്. ജോൺ 9:40 പമ്പ് അടച്ചതായിട്ടുള്ള രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. പിന്നീട് ശനിയാഴ്ച ജോലിക്കെത്തിയിട്ടുള്ള ബാബുവാണ് പമ്പ് തുറന്നു കിടക്കുന്നതായി കണ്ടതും ഈ വിവരം പോലീസിലെല്ലാം തന്നെ അറിയിച്ചത്. എന്നാൽ പമ്പിൽ പിടിവിൽ നടന്നതായിട്ടുള്ളതിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ടിഷ്യൂ ഉപയോഗിച്ച് രക്തത്തുള്ളികൾ തുടച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടും അവിടുത്തെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. CCTVയുടെ ഹാർഡ് ഡിസ്കും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കാം ഒരുപക്ഷെ ജോൺ ഫിലിപ്പിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ കരുതുന്നതും. അതുകൊണ്ട് തന്നെ ഈ സംശയം ദൂരീകരിക്കാൻ വേണ്ടി തന്നെയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ബാബുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുന്നതും. TP പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്. ഫ്ലോറിഡയിൽ സ്വവർഗ അനുരാഗികളുടെ നിശാ ക്ലബിലുണ്ടായ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഏറ്റെടുത്തു. IS പോരാളികളാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയ ഒമർ മദീൻ എന്ന യുവാവിന് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. FBI അന്വേഷിക്കും. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബിൽ അതിക്രമിച്ചു കടന്ന യുവാവ് വെടിയുതിർത്തത്. വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഒർലാൻഡോയിലെ പൾസ് ക്ലബിൽ കടന്ന തോക്കുധാരി ചുറ്റുപാടും വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഫ്ലോറിഡയിൽ താമസക്കാരനായ ഒമർ സാദിഖ് മാറ്റിനാണ് വെടിവയ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഭീകരസംഘടനയായ ISനോട് അനുഭാവമുള്ള ട്വിറ്റർ അക്കൌണ്ടിൽ യുവാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ഭീകരാക്രമണമാണെന്ന സംശയം ശക്തമായി. എന്നാൽ ആക്രമിക്ക് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ FBI ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒർലാൻഡോയിൽ വെള്ളിയാഴ്ച രാത്രി യുവഗായിക ക്രിസ്റ്റീന ഗ്രിമ്മി സംഗീത പരിപാടിക്ക് ശേഷം യുവാവിന്റെ വെടിയേറ്റു മരിച്ചതിനു പിന്നാലെയാണ് ഇന്നലത്തെ കൂട്ടക്കൊല. സെപ്റ്റംബർ 11 ന്യൂയോർക്ക് ആക്രമണത്തിനു ശേഷം അമേരിക്ക നടങ്ങിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി ഫ്ലോറിഡയിലെ നിശാ ക്ലബ് ആക്രമണം.
ഇന്റർനാഷണൽ ഡെസ്ക്. വിവാദ ഭൂമികളിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പിന്റെ പദ്ധതി. ആറന്മുള മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷിയിറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായൽ അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ ഇവിടെ കൃഷിഭൂമിയൊക്കെ എടുക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷിയിറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും. 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും തരികിട സാബു പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് സാബു പറഞ്ഞു. രാമകൃഷ്ണനെയും തന്നെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്നും സാബു ചോദിക്കുന്നു. ഇരുവരുടെയും പേരിൽ ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്നും സാബു. രാമകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ടുപേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. എന്നാൽ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തനിക്ക് സാബുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ സമ്പത്തിൽ മാത്രമായിരുന്നു സാബുവിന്റെ കണ്ണെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് സാബുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സാബു ഒരിക്കൽ പോലും സാബുവിനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സാബു വന്നിട്ടില്ല. സാബു എന്താ ഉദ്ദേശം? ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് സാബുവിന് എന്റെ സഹോദരന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ എന്റെ സഹോദരനിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക. അത് വളരെ സത്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ DMK NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായി മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്ന 4 മേഖലാ സമിതികൾക്ക് KPCC 19 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിർജീവരായ നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ കണ്ടെത്തുക, ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വിവരം, സമിതി രൂപീകരിച്ച വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ പൊതുവിവരവും ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാനാണ് 4 കമ്മിറ്റികൾക്കുമുള്ള KPCCയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മന്ത്രി സഹപാഠിയുടെ താൽപര്യം സംരക്ഷിക്കാനാണ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാക്കിയതെന്ന് കൗൺസിൽ അംഗം ഡോക്ടർ രാമഭദ്രൻ. അനധികൃത നിയമനങ്ങൾ നടത്താൻ ഉൾപ്പെടെ അഞ്ജുവിനെ മറയാക്കി. പത്മിനിയെ മാറ്റി അഞ്ജുവിനെ നിയമിച്ചത് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്തിരുന്നുവെന്നും രാമഭദ്രൻ പറഞ്ഞു. കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മിനി തോമസിനെ മാറ്റിയത് UDF സർക്കാരിന്റെ ചില താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സെക്രട്ടറിയായിരുന്ന ബിനു ജോർജ് വർഗീസാണ് പത്മിനിയെ മാറ്റി അഞ്ജുവിനെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞതെന്നും രാമഭദ്രൻ പറഞ്ഞു. ഇതിനെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഉത്തരവാദി ഡോക്ടർ ബിനു ജോർജാണ്. അവിടെ സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് അദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി. ഈ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ മന്ത്രിയുടെ ക്ലാസ്മേറ്റാണ്. അഞ്ജുവിന്റെ സഹോദരന്റെ ഉൾപ്പെടെ ചില നിയമനങ്ങളെ പത്മിനി തോമസ് പരിഗണിച്ചില്ല. അഞ്ജുവിന്റെ നിയമനത്തെ സ്പോർട്സ് കൌൺസിലിൽ അംഗങ്ങളായ 75% പേരും എതിർത്തു. അഞ്ജു ബോബി ജോർജിന്റെ നിലവാരമുള്ള നിരവധി പേർ കേരളത്തിലുണ്ടായിട്ടും പ്രത്യേക പരിഗണന നൽകി അവരെ കേരള സ്പോർട്സിന്റെ തലപ്പത്ത് കൊണ്ടുവന്നതിനെ അംഗങ്ങൾ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ലെന്നും രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പൗലോസ് മാർ ദിദിയൻ കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദിദിയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക ബാവ ആശംസകൾ നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റും ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. ട്രോളിംഗ് നിരോധനം അട്ടിമറിച്ച് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കപ്പലുകൾ കേരള തീരത്തേക്ക് അടുക്കുന്നു. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധനം നിരോധിക്കാൻ ശുപാർശ ചെയ്ത അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം അട്ടിമറിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ട്രോളിംഗ് നിരോധനമുള്ള 1.5 മാസക്കാലം വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് കൊയ്ത്തുകാലമാണ്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ആഴക്കടലിൽ കേരള തീരത്ത് വിദേശ കപ്പലുകൾ നിരന്നു കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിനും നേവിക്കുമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള ചുമതലയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇതിനുദാഹരണമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 1-ാം തീയതി സംസ്ഥാന സർക്കാരുകളുമായി റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ലോബിയും ഇന്ത്യയിലെ കുത്തകകളും ചേർന്ന് ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുക തുടങ്ങി ഒട്ടേറെ സുപ്രധാന നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു. കപ്പൽ ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. EMS ജന്മദിനത്തോടനുബന്ധിച്ചുള്ള EMS സ്മൃതി സംവാദങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച സംവാദം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. സുധാകർ റെഡ്ഡി, മേധ പട്കർ, K സച്ചിദാനന്ദൻ, പ്രഭാത് ഭട്നായിക് തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. സമകാലീന ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന EMS സ്മൃതി സംവാദങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ എന്ന പരികൽപ്പന സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക നീതി വീണ്ടെടുക്കാൻ ഒരു കർമ്മ പരിപാടി എന്നതായിരുന്നു മുഖ്യ വിഷയം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള പാത ഒരുങ്ങുകയാണെന്നും ഇത് തടയാൻ നമുക്ക് സാധിക്കുമോ എന്നതിലാണ് ഇന്ത്യ എന്ന പരികൽപ്പനയിൽ പ്രധാനമെന്നും യെച്ചൂരി പറഞ്ഞു. CPI ജനറൽ സെക്രട്ടറി K സുധാകർ റെഡ്ഡി, പ്രഭാത് പട്നായിക്, മേധ പട്കർ, K സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സച്ചിദാനന്ദൻ എഡിറ്റ് ചെയ്ത വേർഡ്സ് മാറ്റർ, റൈറ്റിംഗ് അഗെയിൻസ്റ്റ് സൈലൻസ് എന്ന പുസ്തകം സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിഷയാവതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിണറായിയിലെ പുത്തൻകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. പിണറായിയിൽ നിന്നുള്ള മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളുമാണ് ലളിത കുമാരമംഗലത്തിന് പരാതി നൽകിയത്. പിണറായി പുത്തൻകണ്ടത്തെ BJP RSS പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം എത്തിയത്. എന്നാൽ CPIM അക്രമം നടത്തുന്നുവെന്ന് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സന്ദർശനമെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായിലെ വെണ്ടുട്ടായിലും പുത്തൻകണ്ടത്തുമെല്ലാം RSS നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളും കമ്മീഷനിൽ പരാതി നൽകിയത്. സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന അതിക്രമങ്ങളും സംഘം കമ്മീഷനെ ബോധിപ്പിച്ചു. അഡ്വക്കേറ്റ് P വിമലകുമാരി. പിണറായിയിൽ സ്ഥിരമായി
സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗപ്പെടുത്തുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആക്രമണം നടത്തുകയും റേപ്പ് ചെയ്യുകയും ബലാത്സംഗം അടക്കം സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുകയാണ്. പേടി കൊണ്ട് സ്ത്രീകളും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിനെതിരെ തീർച്ചയായും ലോയേഴ്സ് യൂണിയനും മഹിളാ അസോസിയേഷനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരവിടെ വന്ന് പരാതികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. കേരളത്തിന് ചുമതലയുള്ള കമ്മീഷൻ അംഗം സുഷമ സുഹയെയും സംഘം സന്ദർശിച്ചു. അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലവർഷം സജീവമായതോടെ ഇടുക്കി, കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കൃഷിപ്പാടങ്ങളും സജീവമായി. ഓണം വിപണി ലക്ഷ്യമിട്ടുള്ള കൃഷിക്ക് ഇത്തവണ സർക്കാർ സഹായമുണ്ടെന്ന വിശ്വാസവും കർഷകർക്കുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷമയ പച്ചക്കറികൾ സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ വിളകൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. കാലവർഷം സജീവമായതോടെ കാന്തല്ലൂരിലെ കൃഷിഭൂമികളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷിയും സജീവമായി. ശീതകാല പച്ചക്കറി വിളയുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ ഇത്തവണയും കൂടുതൽ കർഷകരും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി വിളകളാണ് കൃഷി ഇറക്കുന്നത്. കീടനാശിനി പ്രയോഗം പരമാവധി ഒഴിവാക്കിയാകും ഇത്തവണത്തെ കൃഷി. വിഷാംശമുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് കൃഷിക്കാരുടെ മുന്നൊരുക്കം. പ്രകൃതി കനിഞ്ഞാൽ അടുത്ത ഓണം നാളുകളിൽ കേരളത്തിന്റെ ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്ക് കഴിയുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. കഴിഞ്ഞ വേനൽ കാലത്ത് നന്നായിട്ട് ഒരു വരച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൃഷിയൊക്കെ എല്ലാം പോയി, വെള്ളം പോലും ഇല്ലാതാണ് കിടന്നത്. ഈ മേടമാസത്തിൽ ഒരു 2 മഴ കിട്ടി. ആ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പം ഞങ്ങളെ പാടങ്ങളൊക്കെ എല്ലാം ഒരുക്കി, കൃഷിസ്ഥലങ്ങളൊക്കെ എല്ലാം ഒരുക്കി വിത്തിടലും ക്യാരറ്റ് ഇടലും ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി ഈ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ കൃഷിൻ്റെ സംഭവിച്ച് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അപ്പോൾ ഓണം ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓണത്തിൻ്റെ സംഭവിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് വെച്ചാൽ ആ മഴയും ഈ കാലാവസ്ഥയും നന്നായിട്ട് ഒത്തുകിട്ടിയ ഓണത്തിൻ്റെ നമ്മളെവിടെയും വേറെ സംസ്ഥാനത്തിൽ പോയി അന്വേഷിക്കേണ്ട, ഇവിടെ കാന്തല്ലൂരിൽ തന്നെ ഈ കേരളത്തിനുള്ള പച്ചക്കറി ഓണത്തെ സമയത്ത് എടുക്കാനുള്ള സംവിധാനം കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഓണവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറിയുടെ വരവ് സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർ വെച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റംസാന് ഗൾഫിൽ നിന്ന് ലീവ് എടുത്തെത്തിയ വയനാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ റംസാൻ വിശേഷം അല്പം വ്യത്യസ്തമാണ്. രുചികരവും വ്യത്യസ്തവുമായ നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴിവർ. റംസാൻ കാലമാണ്. നാടെങ്ങും വ്യത്യസ്തമാർന്ന നോമ്പുതുറ വിഭവങ്ങളുടെ രുചിക്കാലം. ഗൾഫിൽ നിന്ന് ലീവെടുത്ത് വീട്ടുകാർക്കൊപ്പം പുണ്യകാലത്ത് എതിരേൽക്കാനെത്തിയതാണ് മാനന്തവാടി എടവക 24-ലെ മുഹമ്മദും നൌഷാദും. 1 മാസത്തെ അവധിയുണ്ട്. ഗൾഫിൽ ഹോട്ടലിലാണ് ഇരുവരും. പിന്നെ താമസിച്ചില്ല. രുചി വിഭവങ്ങളുടെ കൂട്ടൊരുക്കി 1 മാസക്കാലം നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. നോമ്പുതുറയ്ക്ക് എന്തെല്ലാം വേണം, എല്ലാം ഇവിടെയുണ്ട്. ചിക്കൻ റോള് ഉണ്ടാക്കി 5000-ഓളം സമൂസ, ചിക്കൻ റോളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. വിഭവങ്ങൾക്ക് നല്ല സ്വീകാര്യതയും ലഭിച്ചു. മുഹമ്മദിനും നൌഷാദിനുമൊപ്പം ഇപ്പോൾ കൂട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്.